അതായത് ആധാരം എഴുതുന്നവരാരോ അല്ലെങ്കിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ ആരോ പറഞ്ഞു, അല്ലെങ്കിൽ വിൽക്കുന്ന ആൾ പറഞ്ഞു ഇത്ര രൂപ കാണിച്ച, അന്നേരം വാങ്ങിക്കുന്ന ആൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി സേവ് ചെയ്യാം, ഫെയർ വാല്യൂ കാണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് മിനിമം പ്രൈസ് ടു ബി ഷോൺ. ആധാരത്തിലെ ഏറ്റവും മിനിമം ഇത്രയും കാണിച്ചേ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫെയർ വാല്യൂ എത്രയാണ്, അതിൽ കുറയാതെ എമൗണ്ട് കാണിച്ചെങ്കിൽ മാത്രമേ വസ്തു കച്ചവടം നടക്കത്തുള്ളൂ, രജിസ്റ്റർ ചെയ്ത് തരത്തുള്ളൂ. പക്ഷേ ഈ 2024 ബഡ്ജറ്റ് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് ആധാരത്തിൽ കാണിക്കുന്ന പ്രൈസ് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. നമ്മുടെ കോസ്റ്റ് എത്രയായിരുന്നു അതേ കാണിക്കാൻ പറ്റും. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് നാളെ ഒരിക്കൽ വസ്തു വിൽക്കേണ്ടി വരുമ്പോഴത്തേക്ക് എത്രയാണോ കുറവ് വില കാണിച്ചത് അതേ ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. സെയിൽ വാല്യൂ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഇന്ന് ലാഭിച്ചതിനെക്കാട്ടിലും വലിയ എമൗണ്ട് ആയിരിക്കും ഫ്യൂച്ചറിൽ എത്രയാണോ ഇൻകം ടാക്സിന് വേണ്ടി ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിന് എക്സസ് ഉള്ളത് ബ്ലാക്ക് മണിയാണ്, ടാക്സ് അടയ്ക്കാത്ത പൈസ. ടാക്സ് അടയ്ക്കാത്ത പൈസ ജനറേറ്റ് ചെയ്യാനായിട്ട് പുള്ളി കൂട്ടു നിന്നു എന്നൊക്കെയുള്ള അലിഗേഷൻസ് ഒക്കെ നാളെ വരാം.